എന്റെ പൊന്നോ, 5-6 കോഴിമുട്ട ഉണ്ടല്ല, പാലിലേക്ക് ഇതുപോലെ ഡയറക്റ്റ് കുത്തിപ്പൊട്ടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ സംഗതി ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് മനസ്സിൽ പോലും വിചാരിച്ചില്ലാട്ടാ. ഒന്ന് കണ്ടു കിട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരുന്നത് ഒരു ചക്കി ഉണ്ടായി. ചട്ടിയിലേക്ക് ഉണ്ടല്ല നമ്മൾ 1/2 ലിറ്റർ പാല് ഇതുപോലെ മുടമുടാന്ന് പറഞ്ഞ് വെച്ച് കൊടുക്കുന്നുണ്ടോ. അപ്പൊ അടുത്തായിട്ടുണ്ടല്ലോ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു 6 മുട്ടയുണ്ടോ. 6 മുട്ടയായതുകൊണ്ടല്ലോ 6 തട്ടും മുട്ടും കൊടുത്തിട്ട് ടപ്പ എന്ന് പറഞ്ഞ് ഇതുപോലെ കുത്തിപ്പൊടിച്ച് വെച്ച് കൊടുക്കട്ടോ. അപ്പൊ നമ്മുടെ ഈ മുട്ട ഉണ്ടല്ല പാലിലേക്ക് ഇതുപോലെ കുത്തിപ്പൊടിച്ച് വെച്ചെടുക്കാൻ നേരത്തുണ്ടല്ല നമ്മൾ ഒരിക്കലും തീ കത്തിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ നമ്മുടെ ഈ പാലും മുട്ടയും ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് ജോയിന്റ് ആക്കി എടുക്കട്ടോ. മിക്സ് ചെയ്യാന്നുണ്ടെങ്കിൽ മുട്ടയുടെ മഞ്ഞയും പാലും കൂടി നന്നായിട്ട് അങ്ങോട്ട് കിട്ടുകാഴ്ചയായിട്ടാണ് ജോയിന്റ് ആക്കി ഇടുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇളക്കി മറിച്ച പാലിന്റെ മിക്സ് ഉണ്ടല്ല ഈ ഒരു സംഭവം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കട്ടെ. അപ്പൊ ഇനി ചെയ്യേണ്ട പരിപാടി നമ്മുടെ ചട്ടിയിലേക്ക് ഉണ്ടല്ല 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇതുപോലെ എടുത്തിട്ടുണ്ടല്ല സംഗതി ഇതുപോലെയാണ് ഉരുക്കിയെടുക്കുന്നുണ്ടോ. അപ്പൊ നെയ്യാണ് ഉരുക്കി തരാൻ നേരത്തെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് റവയാണ്ടോ. 1/2 കപ്പ് റവ ഇതുപോലെ ഇട്ട് കൊടുക്കുക. നമ്മുടെ റവയും നെയ്യിന്റെ അടുത്ത് നന്നായിട്ട് അങ്ങോട്ട് ജോയിന്റ് ആക്കി ഇടുന്നുണ്ടോ. അപ്പൊ റവ ഇതുപോലെ മിക്സ് ചെയ്തതിനു ശേഷം ഉണ്ടല്ല നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഉണ്ടാ. പഞ്ചസാര ഇതുപോലെയാണ് വിതറിട്ട് കൊടുക്കുക. നമ്മുടെ പഞ്ചസാര റവയുടെ കൂടെ ഇതുപോലെയാണ് ജോയിന്റ് ആക്കി എടുക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പൊ ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നില്ല, നമ്മൾ നേരത്തെ ഇടയ്ക്ക് വെച്ചാൽ പാലിന്റെ മിക്സില്. അപ്പൊ നമ്മുടെ ഈ പാല് മിക്സ് ഇതുപോലെയാണ് ഒഴിച്ചു കൊടുത്തിട്ടില്ല. സമയം കളയാതെ ഷടപടയെന്ന് പറഞ്ഞ് ഇതുപോലെ ഇളക്കി മുറിച്ച് കൊടുക്കും. ഈ സംഭവം ഇതുപോലെ ഇളക്കി മുറിച്ച് കൊടുക്കാനായിട്ടില്ല നല്ല അടിപൊളി ഹോർലിക്സിന്റെ സ്മെല്ലായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് 2-3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയിലെ പാൽപ്പൊടി ഇതുപോലെയാണ് വിതറിയിട്ട് കൊടുക്കുക. സംഗതി ആയിട്ട് ജോയിന്റ് ആക്കി എടുക്കാൻ വിട്ടുകൊണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു 3 പീസ് ഏലക്കയും കൂടി ഇതുപോലെ ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ സംഗതി അടിപൊളിയായിരിക്കും കേട്ടോ. ഈ ഒരു സമയത്ത് ഒരു കാര്യം ഉറപ്പിച്ച് പറയാ, നല്ല വെട്ടിക്കെട്ട് സ്മെല്ലാണ് സംഗതിക്ക്. അടിപൊളി ഇതിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. നമുക്ക് എന്തായാലും ഇതൊന്ന് അവസാന രൂപത്തിലൊന്ന് കഴിച്ചു നോക്കാം. സംഗതി ചെറിയ തീയിലിട്ട് ഇതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ ലെവലായിരിക്കും കേട്ടോ. സംഗതി നല്ല കലക്കൻ സ്മെല്ലാണ്ടാ. ഈ സംഭവം നമ്മുടെ പാത്രം വെച്ചിട്ടില്ല, ഈ പാത്രത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് പിസ്തയും ബദാമൊക്കെ പിടിച്ചത് നമുക്ക് ഇഷ്ടം ഇട്ട് കൊടുക്കട്ടോ. നെറ്റ്സ് ആയാലും ബദാമായാലും പിസ്തയാലും എന്തായാലും കുഴപ്പമില്ല, അതുപോലെ അങ്ങോട്ട് വെതിരിട്ട് കൊടുക്കട്ടോ. ഈ ഒരു പരുവത്തിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ടല്ലോ നമ്മുടെ ഈ പാത്രത്തിലേക്ക് ഈ സംഭവം ഇതുപോലെ കമത്തം ചെയ്തിട്ട് ചൂടാറി കഴിഞ്ഞാൽ കഴിച്ചു നോക്കണോട്ടോ. ഇതുണ്ടാ ഈ സംഗതി ഉണ്ടല്ല ഇതുപോലെ അടിപൊളിയാക്കി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാ. ഈ സംഭവം നമുക്ക് ഇനി ഇല്ല നോർമൽ ടെമ്പറേച്ചറിൽ വെച്ച് നമുക്കൊന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ ഈ സംഭവം ഉണ്ടല്ല ചൂടാറിയ ശേഷം ഉണ്ടല്ല പ്ലേറ്റിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കമത്തി ഇട്ടിട്ടുണ്ടെങ്കിലല്ല സംഗതി വേറെ ലെവലായിരിക്കും കേട്ടോ. ഈ സംഭവമല്ല ഇതുപോലെ വാരി കോരിയെടുത്ത് വായിലേക്ക് വെച്ച് കഴിക്കാൻ നേരത്ത് നമുക്കൊരു കാര്യം പറയാനുണ്ട്. സംഗതി ഇതൊന്നും കടയിൽ വാങ്ങിയിട്ടില്ല കേട്ടോ. ഇത് വേറെ ലെവല് ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്നും പറയാനില്ല. സംഗതി വെഡിജിൽ ഐറ്റം മസ്റ്റ് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് പറയാം, കിടിലൻ ടേസ്റ്റ് ഉണ്ടോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ ചങ്കളും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്.